കനകലത ഞങ്ങളൊക്കെ ഒന്നിച്ച് ഒരുപാട് പടങ്ങളിലും കൂടെ പഠന സഹോദരിമാരെ പോലെ ഒന്നിച്ചഭിനയിച്ച് ഒന്നിച്ചൊരു കട്ടിൽ കിടന്ന് ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ച് സുഖം ദുഃഖങ്ങളെല്ലാം പങ്കിട്ട് അങ്ങനെ ഒന്നിച്ച് ഒരു അമ്മയുടെ വയറ്റിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത്രയ്ക്ക് സ്നേഹമുള്ളൊരു സുഹൃത്തുക്കളായിരുന്നു ഞങ്ങളെ ചെറുപ്പകാലത്ത് ഒരുപാട് സിനിമയിൽ ജോർജ് സാറിൻ്റെ ആയാലും ഒരുപാട് പിന്നെ സാറിൻ്റെ പടത്തിൽ ഇങ്ങനെ കുറേ ഒരുപാട് പഴയ നമ്മൾ സൂപ്പർ ഡയറക്ഷൻ്റെ പടത്തിലൊക്കെ ഞങ്ങൾ അഭിനയിച്ചതാണ്. ജോഷി സാർ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ട്വിൻസാണെന്ന കാര്യം. അത്രയ്ക്കും ഞങ്ങൾ യോജിപ്പായിരുന്നു ഏത് കാര്യത്തിൽ. കാണാനും അതെ, അന്ന് അവൾ ഇത്ര വണ്ണമൊന്നുമില്ല, ഞാനും ഏകദേശം ഇത്രയും വണ്ണം ഇല്ലാത്ത ഒരു കാലഘട്ടം. അപ്പോൾ ഞങ്ങൾ ട്വിൻസാണെന്നേ പറയുള്ളൂ. അങ്ങനെ ചോദിച്ച സമയമുണ്ടായിരുന്നു. പിന്നെ കാലങ്ങളൊക്കെ മാറി അവൾ പുതിയ ജീവിതം, ഞാൻ പുതിയ ജീവിതം, അങ്ങനെയൊക്കെ ആയപ്പോൾ രണ്ട് വഴിക്കായി. എന്നാലും ഞങ്ങൾ ഫോണിൽ കോൺടാക്ട് ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. ഞാൻ പഞ്ചാബി ദിവസം അഭിനയിച്ചതോടുകൂടി പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബിനിയായി. അതിനുശേഷം എൻ്റെ 12 വർഷം കഴിഞ്ഞ് ഞാൻ ലതയെ വിളിച്ചു. എടാ എനിക്കിനി സീരിയലിലോ സിനിമയിലോ തിരിച്ചു വരണം. അയ്യോ അവൾക്ക് എന്തോ സന്തോഷമായിരുന്നു എന്ന് പറയും. മീന വരണം, പിന്നെ വരണ്ടേ, നീ എവിടെയായിരുന്നു എത്ര നാൾ നമ്പർ പോലും. ഞാൻ പറയും ഇങ്ങനെയൊക്കെയാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുടുംബമൊക്കെ ആയപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു ജീവിതമല്ലായിരുന്നു. ഇനിയിപ്പം മോളൊക്കെ ഇച്ചിരി വലുതായപ്പോൾ എനിക്ക് ഇങ്ങനെ വീണ്ടും സജീവമാവണം എന്നൊരു ആഗ്രഹം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കൂടി തിരിച്ച് വരണം, അപ്പോൾ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ ഞാൻ പലയിടത്തും പറയാമെന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞ ഒരു സീരിയലിലോടുകൂടിയാണ് ഞാൻ പുരുഷോത്തമ സാറിൻ്റെ ഒരു വർക്ക് ഭാഗ്യലക്ഷ്മി, അതിൽ കൂടെയാണ് ഞാൻ അവളെ വാക്കിലൂടെയാണ് ഞാൻ വീണ്ടും സീരിയൽ രംഗത്ത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കണ്ട് ഞാൻ കുറേ വർക്കുകൾ അതിന് ശേഷം ചെയ്തു. ഇതൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാമോ. ഒരു അമ്മ പെറ്റ മക്കൾ എങ്ങനെ ഒരു കൂടപ്പടി എങ്ങനെ സന്തോഷിക്കാം, അവർ പോലും ഇത്രയും സന്തോഷിക്കില്ല, അത്ര കാര്യമായിട്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്കറിയില്ല, ഞാനിങ്ങനെ അത്രയും തളരുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവളെ. അതുപോലെ ബോഡി കണ്ടപ്പോൾ അവളെ ഇത്രയും സൗന്ദര്യമായിട്ടിരുന്നവർ ആളിത്രയും ശോഷിച്ച് ഇങ്ങനെയൊക്കെ ആയപ്പോൾ പിടിച്ച് നിൽക്കാൻ എനിക്ക് പറ്റാത്ത അവസ്ഥയാണ്. ഇനി എനിക്ക് വീട്ടിൽ ചെന്നാലും അതെ, ഇനി മറക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും. കാര്യം സ്നേഹത്തിൻ്റെ മാഹാത്മ്യം അറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ ബന്ധങ്ങളിലൂടെ അറിയാൻ പറ്റുമല്ല. നമ്മളൊരു വീട്ടിൽ ജനിച്ച് വളർന്നിട്ടൊന്നും കാര്യമില്ല. അന്യതാണെങ്കിൽ പോലും മാനസികമായിട്ടുള്ളൊരു അടുപ്പം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അവളെ വിയോഗം വല്ലാത്തതാണ്. എന്തായാലും അവൾ ഒരു ആരും തിരിച്ചറിയാത്തൊരവസ്ഥയിൽ നിന്ന് പോയത് തന്നെ ഒരു ഭാഗ്യമെന്ന് പറയാം. കാര്യം അവൾ ഭാഗ്യം ചെയ്തത്. കാര്യം വീട്ടുകാർ അവളെ നല്ലപോലെ നോക്കി, ചേച്ചിയും അനിയനും ഒക്കെ അവളെ നന്നായിട്ട് സംരക്ഷിച്ചു. അവർക്ക് അതിൻ്റെ ഒരു മോശം ദൈവം ഈശ്വരൻ കൊടുക്കട്ടെ. എന്തായാലും അവൾ നല്ല ഒരു ഭഗവാന്റെ അടുത്ത് തന്നെ എത്താൻ സഹായിക്കട്ടെ. അവളെ ആയുസ്സിനും അവളെ ആത്മശാന്തി നേരുന്നതിന് അവളെ എനിക്കൊന്നും പറയാം പറ്റുന്നില്ല. പഴയ മോഹം ഇപ്പോഴത്തെ മോഹം കൂടെ എൻ്റെ 2 കണ്ണിലായിട്ട് ഇങ്ങനെ പ്രതിഫലിക്കണം. അവസാന നിമിഷങ്ങളിലും ചേച്ചിയായിട്ട് ഫോണിൽ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 വർഷത്തിന് മുമ്പ് സംസാരിച്ചിരുന്നു. അപ്പോഴും ഞാൻ സജീവമായിട്ട് സീരിയലിലൊക്കെ കർത്തമത്തിലൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ വിളിക്കുമ്പോൾ കിട്ടാതെയില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ 2 വർഷത്തിന് മുമ്പ് അതെ, ഇപ്പോൾ എൻ്റെ അമ്മ വീണു, അച്ഛൻ മരിച്ചൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അമ്മ വീണു, ഇങ്ങനെ ആവശ്യതയിലാണ്. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ അമ്മയായിട്ടൊക്കെ ഭയങ്കര കൂട്ടമാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ മീന നമുക്കൊരു ദിവസം പോവാം, ഞാൻ അറിയിക്കാം, എനിക്ക് വർക്കുകളുണ്ട്, അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ദിവസം ഞാൻ നേരത്തെ പറയാം, നമുക്ക് അമ്മയെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ അമ്മ ഇപ്പോൾ ഉണ്ട്, അവൾ പോയി. ഞാൻ പോയില്ല. എനിക്ക് അവളുടെ അവസ്ഥ കാണാൻ വയ്യ. കാര്യം അവൾക്ക് ആരും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ പോയിട്ട് എന്ത് കാര്യം. അവൾക്ക് എന്നെ അറിയാൻ പറ്റുന്ന ഒരവസ്ഥയിലാണെങ്കിൽ എന്നെ പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ പിന്നെ ചേച്ചിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, സങ്കടമൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. വേണ്ട, പിന്നെ അവർക്ക് ആരും അറിയില്ല, ഞങ്ങൾ പോലും അറിയാത്ത അവസ്ഥയാണ്.